വളരെ രുചികരമായ സവാള കുറുമ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമ്മൾ കറി ഉണ്ടാക്കാനായിട്ട് ഒരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് 4 തക്കാളി കഷ്ണങ്ങളാക്കി മുറിച്ചതും 3 ഉരുളക്കിഴങ്ങ് നന്നായി കഴുകി രണ്ടായി മുറിച്ചതും കുക്കറിലേക്കിട്ട് ഉരുളക്കിഴങ്ങും തക്കാളിയും മുങ്ങുന്ന തരത്തിലെ വെള്ളം വെച്ച് ഉപ്പൊന്നും ഇടാതെ മഞ്ഞൾപ്പൊടി ഇടാതെ നമുക്ക് അടച്ചു വെച്ച് 2 വിസിലിന് വേവിച്ചെടുക്കണം. ഇപ്പോൾ 2 വിസിലിൽ നമ്മുടെ കുക്കർ ഇറക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ എയറൊക്കെ പോയതിനു ശേഷം തുറന്നു നോക്കാം. ഉണ്ടോ, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഉരുളക്കിഴങ്ങൊക്കെ എടുത്തു മാറ്റണം. എന്നിട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇനി നമുക്ക് കറി ഉണ്ടാക്കാൻ തുടങ്ങാം. ഒരു പാൻ അടുപ്പത്ത് വെച്ച് അത് നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഓയിലാണ് ഉപയോഗിക്കുന്നത് കേട്ടോ, സൺഫ്ലവർ ഓയിൽ. ആ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആണ്. ഓയിൽ ആയതുകൊണ്ട് തന്നെ ഓയിൽ കുറച്ച് കൂടുതൽ നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് 1 സ്പൂൺ വെളുത്തുള്ളിയും 1 സ്പൂൺ ഇഞ്ചി പേസ്റ്റും ഇട്ടു. ഇഞ്ചിയും വെളുത്തുള്ളിയും ഒരേ അളവിലായിരിക്കണം ഇടേണ്ടത്. നമ്മൾ 1/2 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 1/2 സ്പൂൺ എടുക്കുക, 1 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ രണ്ടും അതുപോലെ തന്നെ 1 സ്പൂൺ എടുക്കുക. അത് നന്നായിട്ട് മൂത്ത് കിട്ടണം. പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു പിടി കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില ഇട്ട് കൊടുത്ത് അതും നന്നായിട്ട് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ 1 കിലോ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് അതിന് ആവശ്യമായ ഉപ്പും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. സവാള നമ്മൾ ഉപ്പിട്ട് വയറ്റുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വെന്ത് കിട്ടും. ഒരുപാട് മൂത്ത് പോകാതെ ഒരു കണ്ണാടി പരുവത്തിന് നമുക്കാണ് സവാള വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിച്ചിട്ട് പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. സവാള വേകുന്ന സമയത്ത് നമുക്ക് ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് ഒന്ന് ഉടച്ചെടുക്കണം. ഉടച്ചെടുത്തതിന് ഒരുപാട് ഉടഞ്ഞു പോകാതെ കുറച്ച് കഷ്ണങ്ങളൊക്കെ ആയി തന്നെ കിട്ടണം. അതിലേക്ക് നമുക്ക് കുറച്ച് തക്കാളി വേവിച്ച് വെച്ച വെള്ളവും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. പോവും. ഇപ്പോൾ നമ്മുടെ സവാള നന്നായിട്ട് വെന്തിട്ടുണ്ട് പാകത്തിന്. ഇനി നമുക്ക് അതിൽ മസാലകൾ ഇട്ട് കൊടുക്കണം. 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 2 സ്പൂൺ മുളക് പൊടിയും. മുളക് പൊടി എത്രയാണോ നമ്മൾ എടുക്കുന്നത് അതേ അളവിൽ തന്നെ മല്ലിപ്പൊടി എടുക്കണം. 1 സ്പൂൺ മല്ലിപ്പൊടിയാണ് എടുക്കുന്നതെങ്കിൽ 1 സ്പൂൺ മുളക് പൊടി, അതുപോലെ 2 സ്പൂണാണ് എടുക്കുന്നതെങ്കിൽ 2 സ്പൂൺ, അതുപോലെ ഒരേ അളവിന് തന്നെ എടുക്കണം. എന്നാലേ അതിൻ്റെ ശരിയായ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഒരു പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല പച്ചമണമൊക്കെ മാറി നന്നായിട്ടുണ്ട്. ആ സമയത്ത് നമ്മൾ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണം. മല്ലിയില ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മല്ലിയില ഈ കറിക്ക് പ്രത്യേക ഒരു ടേസ്റ്റാണ്. അതും കൂടി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇളക്കി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും തക്കാളി വേവിച്ച് വെള്ളവും കൂടിയുള്ള അത് നമുക്ക് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് അത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കാണുമ്പോൾ തന്നെ അറിയാം നമ്മുടെ ഉരുളക്കിഴങ്ങും മസാലയും കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും അതിൻ്റെ ബാക്കിയുള്ള വെള്ളവും കൂടി അതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കണം. തക്കാളി ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായി തിളച്ച് വന്നു കഴിയുമ്പോൾ 1 സ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുത്ത് അതും നന്നായി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിക്കാം. ഈ ടൈമിൽ നമുക്കൊരു മസാല തയ്യാറാക്കണം. അതിനായിട്ട് അരമുറി തേങ്ങ, 2 കുഞ്ഞു കഷ്ണം കറുവാപ്പട്ടയും 2 ഏലക്കയും നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഏലക്ക കൂടി പോകരുത്. ഇനി നമുക്ക് വേണ്ടത് 1 സ്പൂൺ പെരുജീരകമാണ്. ഇനി ഇതും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. ഇത് നോക്കി നമ്മുടെ കറി നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് ഒഴിച്ചു കൊടുക്കണം. ഇനി
നമുക്ക് കറിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. ജാറ് കഴുകിയ വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കറി തിളച്ച് വറ്റിയതിന് ശേഷം ഇതേ പാകത്തിനാണ് നമുക്ക് കറി കിട്ടേണ്ടത്. അപ്പോൾ അത് കണക്കാക്കി ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് കറിയുടെ ഉപ്പ് നോക്കാം. ഉപ്പൊക്കെ നോക്കി പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് വേവിക്കണം. നമ്മുടെ കറിയിൽ നന്നായിട്ട് തിളയൊക്കെ വന്നിട്ടുണ്ട്. കാണാൻ തന്നെ ഭംഗിയാണ്. ഒരു നല്ല മണവും ടേസ്റ്റുമാണ് നമുക്ക് ഈ കറിക്ക് ഉണ്ടാകുന്നത്. കറിയുടെ പാകത്തിനുള്ള കുറുകലായി കഴിയുമ്പോൾ നമുക്ക് ഒരു പിടി മല്ലിയില തൂവി നമുക്ക് ഇറക്കാം. പൊറോട്ടയ്ക്കും ചപ്പാത്തിക്കും ഒക്കെ നല്ല കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു കറിയാണ്. ഒരിക്കലെങ്കിൽ ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കുന്നവർ പിന്നെയും ഉണ്ടാക്കും. അത്ര ടേസ്റ്റാണ്, സിമ്പിളാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.